എന്റെ അമ്മ അളിയെ അളി അറിഞ്ഞായിരുന്ന ഒരുത്ത ഇന്നെ സ്കൂട്ടറിന്റെ കുറുകെ എടുത്ത് ചാടിക്കളഞ്ഞ വിഷമിക്കണ്ടാന്നേ, നരേന്ദ്രയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. ആളെടുത്ത് കുറുകെ ചാടിയാണോ അളി സ്കൂട്ടർ കൊണ്ട് ആളെ ഇടിച്ചാണോ? അത് ശരി. ശരതേ എന്താ ഏട്ടാ? ഇറങ്ങാൻ നോക്ക്. എനിക്ക് പഠിപ്പല്പ കുറവായിരിക്കും, ഉദ്യോഗവും ഇല്ല, ഗ്ലാമറും കുറച്ച് കുറവ്. പക്ഷെ നോക്ക്, മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഈ സുഗുണന്. അത് ഇവിടെ എവിടെയുള്ള ഒരു സാധനം. അതിന് പത്തരമാറ്റിന്റെ തിളക്കം. പട്ടിണി കിടക്കാം, പക്ഷെ നട്ടല് വിളയ്ക്കാൻ സുഗുണനെ കിട്ടൂല. ഇറങ്ങ, ഇപ്പൊ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം. മതിയായി, എല്ലാം മതിയായി. അളിയാ മതിയാളിയാ. ചേട്ടത്തി പോലും ഞങ്ങളുടെ വശം പറഞ്ഞില്ലല്ലോ. ചേട്ടത്തി അളിയന്റെ പെങ്ങളെ താലി കെട്ടിയ ഞാൻ പറയുന്ന അല്ല വിശ്വാസം, വഴിയിൽ കണ്ട ഏതോ വായി നോക്കിയുടെ വാക്കുകളാണ്. അല്ലേ അളിയാ? മതിയാളിയാ, മതിയായി. ശാരദ ഇറങ്ങാൻ. എന്തോന്ന് പക്ഷേ? ശ്രീലങ്കയിൽ വിസ വരുമ്പോഴേ അപ്പോ ഇവിടുത്തെ അഡ്രസ് അല്ലേ കൊടുത്തിരിക്കുന്നത്? അയ്യോ, അതൊരു വലിയ ചതിയായി പോയല്ലോ. ശ്രീലങ്കയിൽ നിന്ന് വിസ ഇവിടെ വരുമ്പോ അളിയാ, വിസയ്ക്ക് ഞാൻ ഇവിടത്തെ അഡ്രസ് വെച്ചത് അളിയന്റെ നല്ല കാലം. അല്ലെങ്കിൽ വേണ്ട, ഈ ഞാൻ ഉണ്ടല്ലോ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങി പോവുമായിരുന്നു. അല്ലേടി ശാരദ? അതെ ചേട്ടൻ പോവും, എനിക്കറിയാം. ഉറിച്ചിട്ടതുപോലെ എന്തെങ്കിലും പറഞ്ഞാലേ അത് ചെയ്തേ അടങ്ങൂ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെന്ന് കൊളംബോയിലെ കമ്പനിയിൽ ഒന്ന് വിളിച്ചു നോക്കാം. വിസ അയച്ചിട്ടുണ്ടോ ഇല്ലയോന്ന് അറിയണമല്ലോ. അല്ല പിന്നെ അളിയാ, ഞാൻ പോണ്ടെന്നല്ലേ? അതല്ല, വിസ പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ നിന്നോളാനാ? അതുമല്ല. പിന്നെ വാച്ച് എവിടെ അളിയാ? വാച്ചല്ലേ അളിയൻ തന്നെ കൈ കെട്ടിരിക്കണം. അതാണ്ട വാച്ച്, അളിയന്റെ വാച്ച്. ഈ വാച്ച് അല്ല, ഇന്ന് സ്കൂട്ടർ ഇടിച്ച ആള് കെട്ടിയിരുന്ന വാച്ച്. ആക്സിഡന്റിൽ അയാളുടെ കയ്യിൽ നിന്ന് ഊരി വീണു. അളിയനെയാണ് സംശയം. അമ്മയാണ്, അച്ഛനാണ്, എന്റെ കണ്ണ് ദൃഷ്ടിയാണ്, നിന്നാണ്. താണ്ട ഈ നിക്കണ മാളിയപ്പുറത്ത് അമ്മയാണ്. അളിയാ, എന്റെ കണ്ണ് ദൃഷ്ടിയാണ്. ഞാൻ ഈ ആണിരുന്നൊക്കെ അങ്ങ് പോലീസുകാരുടെ മുമ്പിൽ ഇട്ടാ മതി. അയാള് കേസ് കൊടുക്കുന്നു പറഞ്ഞിരിക്കുക. അയ്യോ, സത്യം പറഞ്ഞ ഓരോന്ന് കേട്ടിട്ട് എനിക്ക് തല കറങ്ങ. ഞാൻ ഓരോ സൽപ്പേരുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു വാച്ച്, മേശക്കടിയിൽ ഒരു വാച്ച്. അളിയന്റെയാണ്? അയ്യോ, ഇത് ഭയങ്കരമായ അത്ഭുത സംഭവം തന്നെ. ഭയങ്കര അത്ഭുത സംഭവം. മേശക്കടിയിലൊക്കെ വാച്ച് കിടക്കുക. നമ്മളിവിടെ വാച്ചിനെ കുറിച്ച് സംസാരിക്കുന്നു, അതേസമയം മേശക്കടിയിൽ വേറൊരു വാച്ച് കിടക്കുന്നു. മഹാത്ഭുതം തന്നെ, മഹാത്ഭുതം. അളിയന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ വാച്ച് അളിയൻ വെച്ചോ. ആ വാച്ച് നരേഷിന്റെ ദേഹത്ത് തൊട്ട് പോരുത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ വാച്ച് റോഡിലോ ഓടയിലോ കൊണ്ട് എറിഞ്ഞളയല്ലേ? പോലീസൊക്കെ വന്നു കഴിഞ്ഞാൽ വെറുതെ അളിയനെ കള്ളൻ എന്ന് പറഞ്ഞ് സംശയിക്കും. അത് പിന്നെ എനിക്കും ശാരദയ്ക്കും വലിയ മനപ്രയാസം ഉണ്ടാക്കും. കളയല്ലേ? അളിയാ, അളിയൻ ഇങ്ങോട്ട് വന്നേ. ഒരു സംശയം. എന്തോ അളിയ അളിയന് പിന്നെ സംശയം? ഈ നൂറ്റാണ്ടിലെങ്കിലും ആ വിസ വരും അളിയാ? വരുവളിയാ. വിസ എപ്പോ വന്നെന്ന് ചോദിച്ചാ മതി. വാച്ച് കൊണ്ട് കളയല്ലേ? വാച്ച് കളയാ. നരട്ടാ, ഇന്നലെ വരെ ഞാൻ സഹിച്ചു. എന്തുകൊണ്ട്? അവർ രണ്ടുപേരും എന്റെ ഭർത്താവിന്റെ ബന്ധുക്കളായതുകൊണ്ട്. പക്ഷെ എല്ലാത്തിനും ഒരു അതിരുണ്ട് കേട്ടോ. എന്റെ ക്ഷമയുടെ അതിരായി കഴിഞ്ഞു. രണ്ടിനെ എവിടെ പറഞ്ഞയക്കണം. പക്ഷെ ലീലാവതി, പക്ഷേ കിച്ചയൊന്നും വേണ്ട. നരട്ടതെ, തുല്യസ്ഥിതിയിലുള്ള ബന്ധുക്കള് അവരുമായിട്ട് സംസർഗം പാടുള്ളൂ എന്ന് പറയും. അത് കറക്റ്റാ. ഈ സുണ്ണ ശാരദയും കൂടി എന്നെ മതി, അവരെ കൊണ്ടുള്ള ശല്യം തീർക്കാം. സത്യം പറഞ്ഞ രണ്ടുപേരുടെ ഏകദേശ സ്വഭാവം പിടികിട്ടി. രണ്ടും മൊങ്ങച്ചതിന്റെ കൂട്ടുകളാ. നേരാ, ഒരാളെ തോപ്പിക്കാൻ വേണ്ടി മറ്റേ ആൾ എന്ത് വേണമെങ്കിലും ചെയ്യും. ഏതായാലും ഞാനൊരു കളി കളിക്കാൻ പോവാ. ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ് മണികണ്ഠൻ. സതി ചേച്ചി കണ്ടില്ല? ഇന്നല്ല, ചിലപ്പോ സ്ഥിരമായിട്ട് കണ്ടില്ല എന്ന് വരും. അതെന്താ? അല്ല, ഓരോ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നിയതാ, അവളുടെ ഹസ്ബൻഡിനെ ഒരിക്കലും ആ വീട്ടിൽ കാണാറില്ല. എന്താ, ഏതാ, എവിടെയാ, അങ്ങനെ ഒന്നും അറിയില്ല. ഇനി വാടകയും കൂടെ മുടങ്ങി തുടങ്ങുമ്പോ സാവിത്രി ചേച്ചി ആ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടും. എന്തായാലും പക്ഷെ കയ്യിലിപ്പോ കാശുണ്ട്. നാളെ നമുക്ക് പാർട്ടി നടത്താന്ന് പറഞ്ഞിരിക്കും. സത്യാണോ? സത്യം. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു പാർട്ടി നടത്തണോന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ ഞാൻ വീട്ടിലിരുന്നപ്പോ മനസ്സിലൊരു തോന്നല്, ഓഫീസിലെ സ്റ്റാഫുകൾക്ക് പാർട്ടി നടത്തിയില്ലല്ലോ എന്ന്. ഭയങ്കര
ഭയങ്കര കുറ്റബോധം പോലെ തോന്നി. അയ്യോ സതിച്ചേച്ചി പാർട്ടി നടത്തണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതെ അതെ, അത് നാളെയല്ലേ, ഞാൻ ഇന്ന് തന്നെ നടത്തുന്നു. ആ, ഒരു കാര്യം ചെയ്യും, നീ ഇപ്പൊ തന്നെ പോ. പോയിട്ട് എന്താ ഇഷ്ടം വെച്ചാ അത് വാങ്ങിച്ചോ. എല്ലാം കൂടി ഞെടി ചേച്ചി. 1000 രൂപയുണ്ട്. അയ്യോ ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലല്ലേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അയ്യോ ദേ, എന്തുവാ ഇത് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട്? ഒരു പാർട്ടി ഉണ്ട് ചേച്ചി, പാർട്ടി. പാർട്ടിയോ? ആരുടെ പാർട്ടി? അത് ലീലാവതി ചേച്ചിയുടെ. ലീലാവതി ചേച്ചി ഭയങ്കര ഉദാരമതി തന്നെ. വെറുതെ രാഷ്ട്രീയം പറഞ്ഞിരിക്കുമ്പോ ഏത് പാർട്ടി വന്നാലും ജനങ്ങളുടെ കാര്യം കണക്ക് തന്നെ. ഏത് പാർട്ടി വന്നാലും എന്നാലും പാർട്ടി ചേച്ചി പ്രത്യേകം നോട്ട് ചെയ്തു. ഉടനെ ചേച്ചി പറഞ്ഞു പാർട്ടി എന്ന് കേട്ടപ്പോഴാ പാർട്ടിയുടെ കാര്യം ഓർമ്മിച്ചത്. ഇന്നാ 1000 രൂപ പാർട്ടി നടത്തിക്കൊന്നും പറഞ്ഞെടുത്തു തന്നു. ഞാനത് അവൾ എത്ര രൂപയാ തന്നെ? 1000 രൂപ. 1000 രൂപയിലേ തന്നുള്ളൂ. അവൾ തന്നതിന്റെ ഇരട്ടിയുണ്ട്, അതായത് 2000 രൂപ. പാർട്ടി നടത്ത്. അങ്ങനെയാണെങ്കിൽ ചേച്ചിയുടെ പാർട്ടി നാളെ നടത്താം. നാളെയോ? അവളുടെ പാർട്ടി നടക്കും മുമ്പ് എന്റെ പാർട്ടി നടന്നിരിക്കണം. ചെല്ലി വാങ്ങിച്ചോണ്ട് വാ. ഓക്കെ. ഓ പാർട്ടി കുറച്ച് കാശ് ചെലവായാൽ എന്താ? ഓഫീസിൽ ഇപ്പൊ എന്നെ കുറിച്ച് എന്ത് മതിപ്പാന്നറിയോ? കാശ് ചെലവാക്കി വാങ്ങുന്ന മതിപ്പ് കാശ് തീരുമ്പോ അങ്ങ് പോവേ. ഓഫീസിലെ കാര്യങ്ങൾ വീട്ടിൽ വന്ന് പറയുമ്പോ ഒരു സന്തോഷം കിട്ടുമെന്ന് വെച്ചിട്ടാ ഞാനിങ്ങനെ വേണ്ട, ഞാൻ ഇപ്പൊ എന്റെ തലയടിച്ചു പൊട്ടിക്കും. നീ എന്തേ കാണിക്കുന്നേ? ഇവിടെ ഇരുന്നേ. ഞാൻ പറഞ്ഞത് അങ്ങ് പിൻവലിച്ചു. കുറച്ച് കാശ് ചെലവാക്കി, പക്ഷെ തീരുന്നതനുസരിച്ചുള്ള പണം നമുക്ക് തിരിച്ചു വരുന്നില്ല എന്നുള്ളൊരു ഓർമ്മ നിനക്ക് വേണം. വീണ്ടും എന്നെ വേദനിപ്പിക്കുന്ന കണ്ടില്ലേ കുത്തുവാക്കുകൾ പറഞ്ഞ്. ഒരു ഭാഷയ്ക്ക് വേണ്ടിയാ ഞാൻ നമ്മളെ ഇവിടെ വന്നത്. ഇപ്പോ ഈ സിറ്റിന്ന് മാറി ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷം പോലും നിൽക്കുന്ന കാര്യം എനിക്ക് ഓർക്കാൻ വയ്യ. എനിക്കാണെ പലതും ഓർക്കാതിരിക്കാനും മേല. കണ്ട, ഏതിനും എന്തിനും കുത്തുവാക്ക. ഞാൻ എന്റെ തലയടിച്ച് പൊട്ടിക്കും കേട്ടാ. വേണ്ട എനിക്ക്. നീ എന്തേ കാണിക്കുന്നേ? ഇവിടെ ഇരുന്നേ. ഈ തല കൊണ്ട് അവിടെ ഇടിച്ചാ തടി പൊട്ടിക്കണ്ട. കണ്ട, ആശ്വസിപ്പിക്കാൻ വരുന്ന പോലെ അഭിനയിച്ചിട്ട് വീണ്ടും കുത്തുവാക്ക് പറയുന്ന കണ്ട. വേണ്ട എനിക്ക് തല. ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. നീ എന്തേ കാണിക്കുന്നേ? ഇങ്ങ് വാ. ഇവിടെ ഇരുന്നേ. ഓ എന്റെ ഭഗവാനെ, ഞാൻ പറഞ്ഞതെല്ലാം അങ്ങ് പിൻവലിച്ചു. എനിക്കറിയാം ചേട്ടന്റെ മനസ്സ് തങ്കപ്പെട്ട മനസ്സാ. ആ ചായ കുടിക്കേട്ട. അയ്യോ അതെന്റെ ചായ. ഇതെടുത്തോ. നല്ല ചായല്ലേ? സ്ഥലം വിൽക്കാൻ പോന്നോ? അല്ല, ഒരാലോചന അത്രേ ഉള്ളൂ. കുറച്ച് സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ശരി തന്നെ, പക്ഷെ സ്ഥലം വിൽക്കാന്നൊക്കെ വെച്ചാ അത് വേണ്ട ഏട്ടാ. ആരോടെങ്കിലും കുറച്ച് കാശ് മറിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അതൊന്നും വേണ്ട. ഇതിപ്പോ എന്റെ മണ്ണ്. എനിക്കൊരാവശ്യം വന്നപ്പോ ആ മണ്ണ് എന്നെ സഹായിക്കും. അങ്ങനെ വിചാരിക്കാം. അപ്പോ വിഷമം കുറയും. നീ ആരാടാ? പത്മകുമാർ. എന്താ വേണം പത്മകുമാറേ? എന്നതാ ചായ? എന്റെ പേര് പത്മകുമാർ. BA സെക്കൻഡ് ഇയറാ. ഫിനാൻസിനാണെങ്കിൽ ഇല്ല, നിന്നെ പോലുള്ളവനൊന്നും. അയ്യോ അല്ല, അതൊന്നുമല്ല. നമുക്കൊന്ന് ഇരുന്ന്. ചായോ? അപ്പൊ വരട്ടല്ലയോ? എന്നാ വാവേ. അപ്പോ ഞങ്ങൾ 25 സെന്റ് സ്ഥലം വാങ്ങണം അല്ലയോ? സാറും മേഡവും ചേട്ടനും ചേട്ടത്തി. ചേട്ടനും ചേട്ടത്തി. ചേട്ടനും ചേട്ടത്തിയും നാട് മുഴുവൻ സ്ഥലം വാങ്ങണം എന്നറിഞ്ഞു. അപ്പോ ഞങ്ങളുടെ സ്ഥലം എന്റെ ചേച്ചിയുടെ ബോസിനെ പോലെ തന്നെ ഒരാൾക്ക്
സതികുമാരി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. നാണം ചമ്മല്. ആഹാ. ആ ഏരിയയിൽ ഞങ്ങൾ കുറെ സ്ഥലം നോക്കുന്നുണ്ട്. കൊള്ളാം. അയ്യോ എങ്കിൽ ഇത് വാങ്ങണം, വിട്ടിടരുത്. ഓരോട് ദുഃഖിക്കേണ്ടി വരും. അച്ചായോ, അപ്പൊ പോവാല്ലയോ? ഏതായാലും നാളെ ഞങ്ങൾ അങ്ങോട്ട് വരാം. ഇപ്പൊ മോൻ ചെല്ല്. ശരി, സന്തോഷം. അച്ചായോ, ആ, ഇവന്റെ പോക്ക് കണ്ടിട്ട് അത്ര പന്തിയല്ലെന്നാണല്ലോ എനിക്ക് തോന്നുന്നത്. എന്നാ പറയുന്നു? ആ, എന്തായാലും നമുക്ക് പോകാല്ലയോ? പോകാം. അച്ചായോ, ആ, ഈ നാട്ടമ്പുറത്തിന്റെ ശാന്തത എന്ന് പറഞ്ഞ അതൊരു ശാന്തത തന്നെയാ, അല്ലയോ ചായ? പിന്നെ അല്ലയോ? ഇപ്പൊ നാട്ടുമ്പുറത്തിന്റെ ശാന്തത മരങ്ങളിലും ചെടികളിലും മാത്രമേ ഉള്ളൂ. ആളുകൾ മാറിപ്പോയെന്നെ. ഓ ചായോ, ആ, നടക്കാല്ലയോ? അയ്യോ ഇത് ആരാ വരുന്നത്? അളിയാ ഞാൻ പറഞ്ഞില്ലേ, മറിയച്ചേട്ടത്തിന് വാക്ക് പറഞ്ഞ വാക്കാണ്. കറിയച്ചേട്ടനും പറഞ്ഞു. നമുക്കെന്നാ അകത്തോട്ടിരിക്കാം. അതിനൊന്നും സമയമില്ല എന്റെ കൊച്ചനെ. അതുമല്ല, ഇരിപ്പി ഞങ്ങൾക്ക് പറഞ്ഞിട്ടുമില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കണം. അച്ചായോ, ഓ, അപ്പൊ നടക്കാല്ലയോ? എന്റെ കൊച്ചന്മാരെ, ഇത്രയും നല്ല വീടും ഇത്രയും ഭംഗിയുള്ള സ്ഥലവും ഒക്കെ വിട്ട് നിങ്ങൾ എന്നാത്തിനാ ഈ സിറ്റിയിൽ വന്നേ? അല്ല അതെന്റെ അളിയാ, ഭാര്യ- പറയ്. എന്റെ മറിയച്ചേട്ടത്തി, ആ. സിറ്റി എന്ന് പറഞ്ഞാൽ സിറ്റിയാ. ആഹാ. ലോകം വികസിച്ചോണ്ടിരിക്കല്ലേ. ആ വികസനങ്ങൾ അപ്പപ്പ അറിയണമെങ്കിൽ അപ്പനപ്പന്മാരുണ്ടാക്കിയ കുടുംബ വസ്തു വിറ്റ് പുളിശ്ശേരി കുടിക്കണം. അങ്ങനെ എന്നെ അറിയാമേ, നീ ആ കൊച്ചനെ വിഷമിപ്പിക്കാതെ. എന്റെ ദൈവം തമ്പുരാനെ, കൊച്ചനോ ഇവനോ? എന്റെ അച്ചായോ, ഇതുപോലത്തെ കൊച്ചന്മാരുടെ മുമ്പിൽ നമ്മളെ പോലുള്ള കിളവികളും കിളവന്മാരും ഒക്കെ ആ കൊച്ചുങ്ങള്. ഇപ്പൊ തന്നെ ഈ വിൽപ്പന നമ്മുടെ അപ്പനപ്പൂപ്പന്മാര് സമ്പാദിച്ചു വെച്ച മണ്ണ് ജീവൻ പോയാലും നമ്മളത് കൈവിട്ട് കളയുവോ? ആ അതാണ് ജനറേഷൻ ഗ്യാപ്പ് അല്ലേ പറയാമേ? ആ, അച്ചായോ. അപ്പൊ നടക്കാല്ലയോ? ഈ കുണ്ടാലോ ഒന്ന് മടക്കി വീടാ. എന്നാണ് ദൈവം തമ്പുരാനെ, കാഫലം ഒന്നും ഇല്ലല്ലോ. അല്ല ചേട്ടത്തി, ഞങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നിങ്ങൾ കാറി വന്ന് ഇറങ്ങിയില്ലേ, അവിടെയാ 25 സെന്റ് സ്ഥലമുണ്ട്. ആ ചായ, നമ്മള് കാറി വന്ന് ഇറങ്ങിയില്ലയോ? അവിടെ വാ. അപ്പൊ പറമ്പാ ഇല്ലയോ? അപ്പം പറമ്പാ അല്ലയോ? അല്ല ചേട്ടത്തി, വിലയൊന്നും പറഞ്ഞില്ല. ഡാ വിനോദേ, എന്തോ ഇപ്പൊ എത്രയൊക്കെ ഉണ്ടടാ ഇവിടുത്തെ കച്ചവടം? സെന്റിന് എന്നാ വില കൊടുക്കണം? ചേട്ടത്തി 2 ലക്ഷം രൂപ വെച്ചായിരുന്നു ഈ അടുത്ത കാലത്ത് ഒരു കച്ചവടം. എന്നതാ ഈ പറയുന്നേ? 2 ഏക്കറിനായിരിക്കും. എന്റെ പൊന്നു ചേട്ടത്തി, സെന്റിന് 5000 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമില്ല, അതങ്ങ് പോവാം. അല്ലടോ, സെന്റിന് 2 ലക്ഷം രൂപ വെച്ച്. നീ എന്നതാ പറഞ്ഞേ? 5000. ആ, അപ്പൊ നമുക്ക് ഈ കൊച്ചൻ പറഞ്ഞ വിലക്കാണെങ്കിൽ അങ്ങ് ഉറപ്പിക്കാം. 5000 മതി. അയ്യോ 5000-നൊന്നും അളിയാ, പറ്റില്ല. അളിയാ ഒരു മിനിറ്റ്, 5000 5000. ശ്ശേ. അല്ല 5000 തീരെ കുറവാ, അത് പറ്റില്ല. ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഞങ്ങൾക്കൊരു ഗംഭീര പാർട്ടി നടത്തണം, ഒരു 5 സ്റ്റാർ ഹോട്ടലില്, പിന്നെ ഏതെങ്കിലും ഒരു ഹിൽ സ്റ്റേഷനിൽ പോയി ഒരാഴ്ചത്തെ സ്റ്റേ, പിന്നെ കുറച്ച് ഡ്രസ്സും വാങ്ങണം. എത്ര പരിമിതമായ ആവശ്യങ്ങള് ഇല്ലയോ കറിയാച്ചായ? ഓ, ചേട്ടത്തി പറഞ്ഞല്ലോ കുടുംബ വസ്തു വിൽക്കല്. അങ്ങനൊരു വിൽപ്പന നടത്തുമ്പോ എന്തുമാത്രം വിഷമം ഉണ്ടായിരിക്കും എന്ന് അറിയാലോ. ആ ഒരു വിഷമം ഇത്തിരിയെങ്കിലും കുറയണമെങ്കിൽ നല്ല വില കിട്ടണം. അളിയാ, അളി നിങ്ങളുടെ സെന്റിമെന്റ്സ് ആവാതെ. ചേട്ടത്തി ഒറ്റ വില, സെന്റിന് 1 ലക്ഷം രൂപ. ഈ കൊച്ചന്റെ പേരെന്തുവാ? പത്മകുമാർ. അളിയനാ ഇല്ലയോ? അതെ.
ഡിഗ്രി സെക്കൻഡ് ഇയർ പൊളിറ്റിക്സാ. അത് കണ്ടപ്പോഴേ തോന്നി ഉത്തരവാദിത്തത്തോടെ സംസാരിക്കേണ്ട സമയങ്ങളിൽ ഇതുപോലുള്ളവരെ കൂടെ കൂട്ടാൻ പാടില്ല. അല്ലയോ മറിയേ? അയ്യോ, ഞാൻ നല്ല രീതിയിൽ സംസാരിക്കും. ഇടപെടാനൊക്കെ ഭയങ്കര ഡീസന്റാ. കൊച്ചനെ, സെന്റിന് 10,000 രൂപ വെച്ച് തരാം. എന്നാ പറയുന്നു? അളിയാ, മതി, അത് മതി. ഒന്ന് വെറുതെ ഇരുന്ന് പത്മകുമാറേ, കുറച്ചുകൂടെ കൂട്ടി തരണം. $12,000 അവസാനത്തെ വിലയാ. ഉറപ്പിച്ചു. ആ, ഓ, അയ്യേ, ഇതിലൊക്കെ എന്ത് വിഷമിക്കായിരിക്കുന്നു? ഇതൊക്കെ ഒരു രസമായിട്ട് എടുക്കണ പോലെയാ. കൊച്ചനെ വിഷമിപ്പിക്കാതെ മറിയേ. കൊച്ചനെ ഇങ്ങോട്ട് മാറ്. മക്കളെ, മണ്ണിനെ അറിയുന്ന ആരുടെയും കണ്ണു നനയും. ചേട്ടത്തിക്ക് അതൊക്കെ അറിയാം. 1 കോടി രൂപ വെച്ച് തന്നാലും വിലയാകത്തില്ല. അറിയാച്ചായോ? എന്നാ പറയേ? സെന്റിന് 15,000. അത് ഞാൻ പറയാൻ വന്നതാ. വിനോദേ, ചെക്ക് ഇന്ന് തന്നെ ഇവിടെ എത്തിക്കണം. മോനെ, ആർക്കും ഇഷ്ടമില്ലാത്തൊരു ദേശം ഉപദേശമാണെന്ന് ഏതോ ഒരു കുസൃതി കഥയിൽ ചേട്ടത്തി വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉപദേശിക്കുകയല്ല, അനുഭവത്തിൽ നിന്ന് പറയുക. മുകളിലോട്ട് നോക്കി അസൂയപ്പെടാതെ താഴേക്ക് നോക്കി ആശ്വസിക്കാൻ പഠിക്കണം. അങ്ങനെ ആവുമ്പം മത്സരങ്ങൾ വേണ്ടി വരില്ല, മണ്ണ് കൈവിട്ടു പോവുകയില്ല, കരച്ചിലും വേണ്ടി വരില്ല. ോ ആ, എന്നാ പിന്നെ പറമ്പിലോട്ട് നടക്കാം. അളിയാ, കോൾ അടിച്ച്. എത്ര തരും? ഒരു 2,800. അത് 2.5 പവനാണ് സഹോദരി. 5,000 എങ്കിലും കിട്ടണം. 2.5 പവൻ എന്ന് പറയുന്നതേ എവിടുത്തെ 2.5 പവനാ? ഇവിടെ ഇന്ത്യയില് ഇത് 1 പവനേ ഉള്ളൂ. ഒന്ന് ഉത്സാഹിക്ക് പെങ്ങളെ. ദാ, ഈ മാല ഇവിടെ എടുക്കുന്നില്ല. തനിക്ക് എന്തിന്റെ അസുഖാടോ? അസുഖം പറഞ്ഞാ മരുന്ന് തരുവോ? അയ്യോ, തരാം, മരുന്ന് തരാം. നീ വന്നേ, അടുത്തോട്ട് വന്നേ. അയ്യോ, ഒരു പ്രശ്നമില്ല സാർ. എന്റെ പരിചയക്കാരനാ, ഒരു പിരി വിട്ടതാ. ബാങ്ക് കാണുമ്പോ ഹോസ്പിറ്റലായിട്ട് തോന്നും, മരുന്ന് വാങ്ങാൻ വേണ്ടി വന്നതാ. ഞാൻ കൊടുത്തിട്ടുണ്ട്, കൊടുത്തു. അനിയൻ ചെല്ല്, സൂക്ഷിച്ചു പോണേ. പോണ വഴിക്ക് ഒരു തൂണുണ്ട്, തലയടിക്കരുത്, ഇളവും. ചെല്ല് ചെല്ല്. ഞാൻ വാങ്ങിച്ചോളാം. നിങ്ങൾ തമ്മിൽ ഇത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് കരുതിയില്ല. സ്നേഹവും ഒരു സ്ത്രീയുടെ കടമ. മറ്റൊരു സ്ത്രീയെ സാമൂഹ്യ വിരുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ള കടമ. അത്രേ ഞാൻ ചെയ്തുള്ളൂ, അല്ലാതെ സ്നേഹവും ഇഷ്ടമൊന്നും കൊണ്ടല്ല. അതെ, ഒന്ന് ഷൈൻ ചെയ്യാൻ ഞാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു, അല്ലാതെ പരസ്പര സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. അയ്യടാ, സ്നേഹിക്കാൻ പറ്റിയൊരു പാർട്ടി.